സോ ഗൈസ്, ഞങ്ങളുടെ ഈ നിയോജക മണ്ഡലത്തിലെ KDUവിന്റെ സ്ഥാനാർത്ഥി ആരാ നിങ്ങൾക്കറിയോ? മറ്റാരുമല്ല, എന്റെ പ്രിയപ്പെട്ട അമ്മയായ ദേവകി അമ്മയാണ്. സോ അമ്മയോട് നമുക്ക് വിശേഷം ചോദിച്ചാലോ? അമ്മ എക്സൈറ്റഡ് ആണോ? അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടോ? എല്ലാം ഒന്ന് ചോദിച്ചാലോ? സോ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നമസ്കാരം. എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനാണ് ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ദേവകി വാസുദേവൻ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി KDUവിന് വേണ്ടി വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടിൻ്റെ മാറ്റം ഞാൻ നിങ്ങളിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് തരാനുള്ളൂ. അല്ലാതെ മോഹന വാഗ്ദാനങ്ങളൊന്നും നൽകി നിങ്ങളെ ഞാൻ പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറ്റുള്ള സ്ഥാനാർത്ഥികളെ പോലെ. അതുകൊണ്ട് എന്നെ ജയിപ്പിക്കുക. വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനത്തിന് തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. പ്ലീസ് വോട്ട് ഫോർ മീ. യെസ്, അപ്പൊ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് എന്താണ് ഒട്ടനെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ. ഹലോ ആശാനെ, എന്താടാ? ആശാനെ കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണയും കിട്ടും. ഇത്തവണ കിട്ടുന്ന വിചാരിച്ചു, കിട്ടിയില്ല. അടുത്ത തവണ കിട്ടുന്ന വിചാരിച്ചു. അടുത്ത തവണ കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ മരിക്കണേണ് ഇതിലെ ഭേദം. എന്റെ ആശാനെ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത്തവണ ഭാഗ്യമില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല വിളിച്ചത്. ആശാനൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെപ്പോഴും വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരെ വേണം നമ്മളൊപ്പം കൂടാൻ. ആ സഹായദാസ് ഇല്ലേ, അവൻ അന്നേ ഉടായിപ്പാന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആശാൻ എന്താ പറഞ്ഞു? അപ്പം അങ്ങനെയല്ലാന്ന്. ഇപ്പൊ അവൻ എന്താ ചെയ്യുന്നറിയോ? നമ്മുടെ ദേവിക മെമ്പറിന്റെ ഒപ്പം നിന്നിട്ട് നമുക്കിട്ട് വെക്കുന്നു. ആ ആശാനെ, ഇപ്പൊ അവൻ മൊത്തം മെമ്പറിന്റെ ഒപ്പാ. ഞാൻ അന്ന് പറഞ്ഞപ്പോ ആശാനും വിശ്വാസമില്ല. ഇനി നേരിട്ട് കണ്ടോ, സീറ്റ് എന്തായാലും മെമ്പർക്കല്ലേ. അപ്പൊ ആശാന് ഞാൻ പറഞ്ഞത് എന്താന്ന് അപ്പൊ മനസ്സിലാവും. ഇനി മുതൽ അവൻ അവിടെയാണ്, നമ്മുടെ ഒപ്പം അല്ല. അതാണ് മെയിൻ കാര്യം. ആശാൻ അത് മനസ്സിലാക്ക്. ആകെ ആശാന്റെ ഒപ്പം ഞാൻ മാത്രമേ ഇപ്പൊ ഉള്ളൂ. അന്ന് ഞാൻ പറഞ്ഞപ്പോഴൊന്നും ആശാന് നമ്മുടെ വില ഉണ്ടായിരുന്നില്ല. ഇനിയെങ്കിലും എന്റെ വില ആശാൻ മനസ്സിലാക്ക്. ഞാനേ ദാസിനെ ഒന്ന് വിളിച്ചോക്കട്ടെ. ആ ആശാൻ ദാസിനെ വിളിച്ചു നോക്ക്. നീ വെച്ചോ ഫോൺ വെച്ചോ. പിന്നെ ശരി ആശാൻ. അല്ല മെമ്പറെ, നമുക്ക് എവിടെയൊക്കെ ഫ്ലെക്സ് കെട്ടണം? എനിക്ക് അറിയാലോ, വാസുദേവന്റെ കൂടെ നടന്ന് അവിടെയൊക്കെ കേട്ടണം. അല്ല, അപ്പൊ ഈ പാർട്ടി ഫണ്ടിന് എത്ര കിട്ടും? അതെ, പാർട്ടി ഫണ്ടിൽ നിന്ന് എത്ര കിട്ടണമെന്നൊക്കെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അത് എത്ര കിട്ടിയാലും അതെങ്ങനെ ചെലവാക്കണമെന്ന് എനിക്കറിയാം. അല്ല മെമ്പറെ, ജനങ്ങൾ പഴയ പോലെ ബക്കറ്റിലേക്ക് ഒന്നും ഇടുന്നില്ല, ബുദ്ധി വെച്ച് പോകുന്നു. അതുകൊണ്ടല്ല, അത് നിങ്ങളെ വാസുദേവന് വേണ്ടിയിട്ട് ബക്കറ്റും കൊണ്ട് പോയത് കൊണ്ടായിരിക്കും ഇടാത്തത്. പക്ഷേ ഈ എനിക്കാണെന്നറിയുമ്പോൾ നാട്ടുകാർ മുഴുവനും പൈസ ഇടും. അതല്ല, നമുക്ക് വല്ല സെലിബ്രിറ്റീസിനെയൊക്കെ വിളിച്ച് നടത്തിയാലോ? അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. നമുക്ക് ഏതെങ്കിലും നല്ല നല്ല സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവരണം. അതിനിപ്പോ ഉള്ള സെലിബ്രിറ്റീസ് മൊത്തം ഇതിലിറങ്ങിയേക്കല്ലേ, എല്ലാവരും ഇലക്ഷനിൽ നിൽക്കുമല്ലേ. അല്ല, മെഗാസ്റ്റാർ ഒന്നും പോയിട്ടില്ലല്ലോ. മെഗാസ്റ്റാർ ഒക്കെ ഞാൻ വിളിച്ചാ വരും. ഞാൻ വിളിച്ചാ വരാത്ത മെഗാസ്റ്റാർ ഏതാ ഉള്ളത്? ഹലോ, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. പ്രശ്നോ? എന്ത് പ്രശ്നം? ഈ പ്രാവശ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ദേവി മെമ്പറുടെ പേരില്ല. അപ്പൊ സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വെട്ടേണ്ടി വരും. സത്യാണോ? അയ്യോ, എന്താ എന്താ എന്താ? ഈ പ്രാവശ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്റെ പേരില്ലാത്തതുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ എന്റെ പേര് പോയി. ഉള്ളതാണോ? ഇനിയിപ്പൊ ഞാൻ എന്നാ ചെയ്യൂട? അയ്യോ, നാട്ടുകാരുടെ ഒരു മൊത്തം പറഞ്ഞും പോയി, എല്ലായിടത്തും ഫ്ലെക്സും വെച്ച്. അയ്യോ, ഇനിയിപ്പൊ സ്ഥാനാർത്ഥി ആകുന്നില്ലെന്ന് പറഞ്ഞ ആകെ നാണക്കേടാവും. സാരില്ല മെമ്പറെ, ഞാനിത് എങ്ങനെ സഹിക്കും? അയ്യോ മെമ്പർ കരയല്ലേ. പിന്നെ ഞാൻ കവല വരെ ഒന്ന് പോയിട്ട് വരാം. എന്തിന്? വെച്ച ഫ്ലെക്സ് ഒക്കെ എടുക്കണ്ടേ? അല്ല, അതെടുക്കണ്ട. കുറച്ചു നാൾ അവിടെ തന്നെ ഇരുന്നോട്ടെ, എനിക്ക് കണ്ടോണ്ടെങ്കിലും ഇരിക്കാലോ. അല്ല മെമ്പറെ, ഞാൻ പോരാ, വിശക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ നൈസായിട്ട് മുങ്ങുവാ. അയ്യേ, ഞാൻ ഈ വീട്ടിൽ താഴല്ലേ മെമ്പർ. ദൈവമേ, എന്റെ കൊച്ചാപ്പി ഉണ്ടായിരുന്നെങ്കിൽ അയ്യ സമാധാനിപ്പിക്കാനെങ്കിലും ഉണ്ടായേ. മെമ്പറെ, സമാധാനത്തോടെ ഇരിക്കും മെമ്പർ. ഞാൻ വരാം, ഞാൻ വരും. ഇതിന്റെ ഒപ്പം നടന്നാ പെടുമോ? അയ്യോ, ശരിക്കും എന്റെ പേര് വെട്ടി കാണുമോ?
അയ്യോ ശ്ശേ, ഹേ. എന്നാലും ദേവകി മെമ്പറുടെ കൂടെ പോയത് ആശാൻ അറിഞ്ഞാണ്. ആശാന്റെ സീറ്റ് പോയ സ്ഥിതിക്ക് ആശാൻ ഈ നാട്ടിലേക്ക് പെട്ടെന്ന് വരാൻ ചാൻസ് ഇല്ല. പറഞ്ഞു കാണത്തില്ല. ഇപ്പൊ ദേവകി മെമ്പറുടെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത്. ആരിലും തെറ്റൊന്നുമില്ല. എടാ സഹായദാസേ, എന്താടാ നീ അറിഞ്ഞാ എന്ത്? മെമ്പറുടെ സീറ്റ് പോയി. നീ എങ്ങനെ അറിഞ്ഞു? എടാ അത് മെമ്പർ എന്താണ് വോട്ട് ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞിട്ട് പുറത്താക്കി. ആ അല്ലടാ നിന്റെ മുഖത്ത് എന്തൊരു വിഷമം. എന്റെ മൊത്തം നോക്കി ഇങ്ങോട്ട് നോക്കി. എനിക്ക് നിന്റെ മുഖത്തുണ്ടല്ലോ വിഷമം. എനിക്ക് എന്ത് വിഷമം? എനിക്ക് സന്തോഷല്ലേ. അല്ല ഞാനൊരു കരക്കമ്പി കേട്ടല്ലോ. കരക്കമ്പി? നീ എന്നെ കുറിച്ച് ആശാനെ വിളിച്ചിട്ട് എന്തൊക്കെയൊക്കെ പറഞ്ഞു. ഞാനാ? ആ. ഓടെ ഉള്ളതല്ലേ? അല്ലടാ ഞാനൊരു കരക്കമ്പി കേട്ടല്ല. നീ ആശാനെ വിളിച്ച് എന്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ അവരെ കൂടെ ചേർന്നു. അങ്ങനെയൊന്നുമില്ല. പിന്നെ പിന്നെ നീ എന്തിനാ ആശാനെ വിളിച്ചേ? ഞാൻ ആശാനെ വിളിച്ചിട്ടില്ല, നീക്ക് തോന്നണാണ്. അല്ല എന്തോരം കരക്കമ്പികളാ നമ്മുടെ നാട്ടിലല്ലേ. എന്തായാലേ നമുക്കിനി കുറച്ചേരം പുറത്തൊന്നും ഇറങ്ങണ്ട. ഞാൻ പറയാൻ വന്നത് അകത്ത് ചൂടൊക്കെ തന്നെ. അപ്പൊ ഒന്ന് വെളുത്ത് പ്രചരണമൊക്കെ ആകുമ്പോഴേക്കൊന്ന് വെളുത്ത് തുടുത്ത് വരാം. എന്ത് പറയുന്നു? ബെറ്റർ. വാ വാ ഓണൊഴിക്കിരുന്ന് ഇറങ്ങി സോണിയും പിടിക്കാം. മെമ്പറേ പോട്ടെ മെമ്പറേ, ഒരു സീറ്റല്ലേ, പോട്ടെ നമുക്ക് അടുത്തേലും പിടിക്കാലോ. മെമ്പർ മെമ്പർ വിഷമിക്കാതിരിക്കേ. അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ മോഹങ്ങളായിരുന്നു. നമുക്ക് അടുത്തേലും പിടിക്കാം മെമ്പറേ. ഇനി എത്ര വർഷം കഴിഞ്ഞ? 5 വർഷം കഴിഞ്ഞല്ലേ ഉള്ളൂ. മെമ്പർ ഇങ്ങനെ ഡൗൺ ആവല്ലേ. ഞാനൊക്കെ ഇല്ലേ പുല്ല്. ഞാനിത് എങ്ങനെ സഹിക്കും ദൈവമേ. എനിക്ക് വാസുദേവന്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ലല്ലോ. മെമ്പർ വിഷമിക്കണ്ട. മെമ്പർ ഇങ്ങനെ കരയല്ലേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മെമ്പറേ ഒരു സീറ്റല്ലേ, തലയൊന്നുമല്ലല്ലോ. എന്ന് ചീമാനക്കേട് മാറും. മെമ്പർ ഒരു കാര്യം ചെയ്യും, കുറച്ച് കാലത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട. ആൾക്കാരിതൊക്കെ മറന്നോളും. നീ എത്ര കാലം ഇത് പറഞ്ഞുകൊണ്ട് നടക്കും? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. കരയല്ലേ മെമ്പറേ. ഹലോ ഹലോ ദേവ മെമ്പറേ, ആ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? മെമ്പർക്ക് മത്സരിക്കാൻ പറ്റും. അയ്യോ വിളിച്ചു പറഞ്ഞ ആരാണേലും എന്റെ ദൈവമേ 100,000 നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് മെമ്പർ ധൈര്യമായിട്ട് പ്രചരണത്തിന് യു. എന്താ മെമ്പറേ? എടാ എനിക്ക് സീറ്റ് ഉണ്ടെന്ന്. ഓ എനിക്ക് ഇനി ആ വാസുദേവന്റെ മുമ്പിൽ ഒന്നുകൂടെ ഒന്ന് എളിയണം. ധീരേ വീരേ നേതാവേ ധീരതയോട് നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ. നീ അറിഞ്ഞാ? അറിഞ്ഞു. എനിക്ക് നീ തോന്നി. എന്താ ഇവിടെ? നീ എന്താ അവിടെ? നീ എന്താ ഇവിടെ? മെമ്പറെ ഇവനെ വിശ്വസിക്കരുത്. മെമ്പറെ ഇവനെ തീരെ വിശ്വസിക്കരുത്. അപ്പൊ പെരും കള്ളനാ, അവൻ പരമകളനാ. നീ ആശാനെ ചതിച്ച് വന്നല്ലടാ അവിടെ. നീയും ആശാനെ ചതിച്ചു വന്നടാ. മെമ്പറെ അതെ രണ്ടുപേരും ഒന്ന് നിർത്തിക്കേ. രണ്ടുപേരും തമ്മിലുള്ള വഴക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് രണ്ടുപേരുടെയും അന്തർധാര ഒന്ന് സജീവമാക്കി എടുക്ക്. മെമ്പറെ ഞാൻ എന്തായാലും മെമ്പറിന്റെ ഒപ്പുണ്ട്. ഞാൻ എന്തായാലും മെമ്പറെ കൂടെ തന്നെയുണ്ട്. രണ്ടും എന്റെ കൂടെ കുടിക്കും, പക്ഷെ രണ്ടും കൂടെ അടി കൂടരുത്. മെമ്പറെ ഞാൻ എന്തായാലും മെമ്പറിന്റെ ഒപ്പം. ഞാനും ഉണ്ട്. മെമ്പറുടെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പ്രവർത്തിക്കും. കൊടളിയായി നമുക്ക് ഒരുമിച്ച് ഇനി വഴക്കിട്ടത് പാർട്ടി ഫണ്ടിൽ നിന്ന് അത്ര കിട്ടും. നീ വണ്ടിയുടെയും റാലിയുടെയും കാര്യങ്ങൾ നോക്കും. നീ ഫ്ലെക്സിന്റെ പോസ്റ്ററിന്റെ കാര്യങ്ങൾ നോക്കും. അത് ഞങ്ങൾ കിട്ടും. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. അതുപോലെ തന്നെ ഈ പ്രചരണം ഈ നാട്ടിൽ ഇന്ന് വരെ ജനങ്ങൾ കാണാത്ത തരത്തിലുള്ള ഒരു പ്രചരണമായിരിക്കും. ഞങ്ങൾ ഏറ്റവും മെമ്പറെ എല്ലാം എന്നിട്ട് കിട്ടൂന്ന് പറഞ്ഞ് ചെയ്താലുണ്ടല്ലോ നമ്മൾ എന്ന് ജയിച്ചു പോകും. ഹൈക്കമാൻഡിൽ നിന്നാണല്ലോ. അയ്യോ ഹലോ ദേവകി മെമ്പറേ, ആ ഒരു ചെറിയ അബദ്ധം കൂടി പറ്റിയിട്ടുണ്ട്. എന്താ? സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടായിരുന്നത് ദേവിക വാഗ്ദാനായിരുന്നു. ദേവകി വാഗ്ദാനല്ല, നമുക്ക് തെറ്റിപ്പോയതാ. അതുകൊണ്ട് നമുക്ക് ഈ ഇലക്ഷൻ മത്സരിക്കാൻ പറ്റില്ല. അവർക്ക് തെറ്റിപ്പോയതാ. ദേവകി വാസുദേവനല്ല, ദേവിക വാസുദേവന ഇലക്ഷന്റെ ലിസ്റ്റിലുണ്ടായിരുന്നേ. എന്നാ മെമ്പറെ ഞങ്ങളങ്ങോട്ട്